തീരുമാനം അംഗീകരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന സമിതി എന്ന് പറയുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം എല്ലാവരും അംഗീകരിക്കും. അവസാന വാക്കാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അതൊന്നും എന്നോട് ചോദിച്ചാൽ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും. അവസാന വാക്ക് പറയാൻ കൊടുക്കുന്ന ഷാരാണ് എന്ന ചോദ്യം തിരിച്ചദ്ദേഹം ചോദിക്കുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുമായി ചില അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അദ്ദേഹം മാറി നിൽക്കും, അദ്ദേഹം മന്ത്രിസഭയിൽ ചേരാൻ സാധ്യതയില്ല എന്നൊക്കെയാണ്. മാത്രമല്ല അതൃപ്തി അദ്ദേഹം ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നാണ്. മല്ലികാർജ്ജുൻ ഖർഗെയോട് അദ്ദേഹം കുറച്ചധികം അതൃപ്തി പ്രകടിപ്പിക്കുന്നതിൽ സംസാരിച്ചു എന്നും വാർത്തകൾ വരുമ്പോൾ ഷബീദ് റാവുത്തർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ചെന്നിത്തലയുടെ വസതിക്ക് മുന്നിൽ നിന്ന് പറയൂ, രമേശ് ചെന്നിത്തലയ്ക്ക് അതൃപ്തി ഉണ്ട് എന്നുള്ള വാർത്തകൾ പ്രചരിക്കുകയാണ്. ഷബീദ്, എന്താണ് യഥാർത്ഥ വിവരം? നമ്മൾ ശരിക്കും ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പൊട്ടിത്തെറി പ്രതീക്ഷിത KC ക്യാമ്പിൽ നിന്നാണ്, KC വേണുഗോപാലിന്റെ ക്യാമ്പിൽ നിന്നാണ്. എന്നാൽ KC വേണുഗോപാൽ സംയമനത്തിൽ ഇക്കാര്യം സംസാരിച്ചിരിക്കുന്നു. AICC ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തർക്കവുമായി ബന്ധപ്പെട്ട് അനുനയിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ രമേശ് ചെന്നിത്തല ഏതെങ്കിലും തരത്തിൽ അനുനയിപ്പിച്ചു നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഇതിനോടകം തന്നെ രാഹുൽ ഗാന്ധിയോടും മല്ലികാർജ്ജുൻ ഖാർഗെയോടും തന്റെ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫോണിൽ അദ്ദേഹം അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവസാന നിമിഷവും ഇത് പ്രഖ്യാപിക്കുന്നതിന് 10 മിനിറ്റ് മുൻപും അദ്ദേഹവുമായി ടെലിഫോണിൽ കിട്ടിയില്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹം മല്ലികാർജ്ജുൻ ഖാർഗെയുമായിട്ടാണ് സംസാരിച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ ചില അടുത്ത വൃത്തങ്ങൾ നമ്മോട് ഇപ്പോൾ അല്പം മുമ്പ് പറഞ്ഞത്. ഇക്കാര്യത്തിൽ AICC വിളിച്ച അല്ലെങ്കിൽ ഹൈക്കമാൻഡ് വിളിച്ചിട്ടുള്ള ആളുകളുമായി രമേശ് ചെന്നിത്തല സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ വിഷയത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, അദ്ദേഹം ഇന്നത്തെ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹം നിലപാട് കടുപ്പിച്ചാൽ, ഇപ്പോൾ സംസ്ഥാന നേതാക്കൾ അദ്ദേഹവുമായി ഫോണിൽ സംസാരിക്കുകയാണ്, അദ്ദേഹം നിലപാട് കടുപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് അത് വലിയ തരത്തിൽ ചില പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. മാത്രമല്ല ക്യാബിനറ്റിൽ നിന്നടക്കം അദ്ദേഹം വിട്ടുനിന്നാൽ അത് സംസ്ഥാന കോൺഗ്രസിൽ ഉണ്ടാക്കാൻ പോകുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങൾ അത് മറ്റൊരു തരത്തിലേക്ക് പോവുകയും ചെയ്യും. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ നിലനിൽക്കുകയാണ്. പക്ഷേ കൂടുതൽ നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തി രമേശ് ചെന്നിത്തല നേരിട്ട് കണ്ട് അനുനയിപ്പിക്കാനുള്ള നീക്കം നടത്തും എന്ന തരത്തിലേക്കുള്ള സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും രമേശ് ചെന്നിത്തലയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട്. അത് അദ്ദേഹം ഹൈക്കമാൻഡിനെ അറിയിക്കാൻ കാത്തിരിക്കുകയാണ്. നിയമസഭാ കക്ഷി യോഗം ഇന്ന് വൈകിട്ട് ചേരുമ്പോൾ അതിൽ പങ്കെടുക്കാൻ ഉണ്ടാകില്ല രമേശ് ചെന്നിത്തല എന്നൊക്കെയുള്ള സൂചനകൾ വരുന്നുണ്ട്. അദ്ദേഹം മന്ത്രിസഭയുടെ ഭാഗമാകാനും നിൽക്കില്ല എന്നറിയുന്നു. അദ്ദേഹമാണ് തന്റെ വിയോജിപ്പ് അറിയിച്ചിരിക്കുന്നത്. തന്റെ സീനിയോറിറ്റിയും താൻ പാലിച്ച അച്ചടക്കവും ഒന്നും ഈ കാര്യത്തിൽ പരിഗണിക്കപ്പെട്ടില്ല എന്നതിലുള്ള അതൃപ്തിയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഉള്ളതെന്നാണ് ആ ക്യാമ്പിൽ നിന്ന് വരുന്നത്. KC വേണുഗോപാലും പൂർണ്ണ തൃപ്തനല്ല. KC വേണുഗോപാൽ നേരത്തെ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ഡൽഹിയിൽ വെച്ച് ചോദിച്ചു AICC ജനറൽ സെക്രട്ടറിയായി തുടരുമോ എന്ന്. അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി, നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതും കൂടി വേണമെങ്കിൽ താൻ കൊടുക്കാം എന്നാണ് KC വേണുഗോപാൽ പറഞ്ഞിട്ടുള്ളത്. ആ നിലയിലുള്ള ചില അതൃപ്തിയൊക്കെ ഉണ്ടെങ്കിൽ പോലും VD സതീശൻ അനുകൂലമായി നാടെമ്പാടും പ്രകടനം നടക്കുകയാണ്, ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുകയാണ്. കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകരൊക്കെ പ്രകടനവുമായി തെരുവിലിറങ്ങിയിരിക്കുന്നു. അവഗണിച്ചത് ശരിയായില്ല എന്ന പ്രതികരണം രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഏതായാലും ചെന്നിത്തല ഇന്ന് വൈകുന്നേരം ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ പോകുന്നു. MLA-മാരുടെ തലയെണ്ണിയല്ല, മറിച്ച് ജനവികാരം കണക്കിലെടുത്താണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം വന്നിരിക്കുന്നത്. ഗോപി, ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് അദ്ദേഹം പോയിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഇങ്ങോട്ട് പോയി എന്നറിയില്ല. എന്തായാലും അദ്ദേഹത്തിന് ഒരു ഷോക്കായി തീരുമാനം എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തെ 13ാമത്തെ മുഖ്യമന്ത്രിയായി VD സതീശൻ അവരോധിക്കപ്പെട്ട് കഴിഞ്ഞു. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഹൈക്കമാൻഡ് ഇടപെട്ട് തീർക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹം അനുയായികളെയും സഹപ്രവർത്തകരെയും ഒന്നും അറിയിക്കാതെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. VD സതീശൻ മുഖ്യമന്ത്രിയായി തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. R ശ്രീജിത്ത് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് വിവരം. പറയൂ R ശ്രീജിത്ത്. ഷബീദ് റാവുത്തർ നമുക്കൊപ്പം ആദ്യം ചേരുന്നു. പറയൂ ഷബീദ്. വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നടക്കുന്നു. ഇപ്പോൾ നമുക്ക് രമേശ് ചെന്നിത്തലയുടെ വീടിന്റെ മുൻപിൽ ജ്യോതികുമാർ ചാമക്കാല, നിയുക്ത MLA ജ്യോതികുമാർ ചാമക്കാല അടക്കം കാണാൻ സാധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് തേടാം. രമേശ് ചെന്നിത്തല ഏതായാലും വീട്ടിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട നാടകീയമായ നീക്കങ്ങൾ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നടക്കുന്നു. ജ്യോതികുമാർ ചാമക്കാല, നിയുക്ത MLA ജ്യോതികുമാർ ചാമക്കാല അല്പസമയം മുൻപ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. ചെന്നിത്തല എങ്ങോട്ടേക്കാണ് മടങ്ങി നടക്കാനുള്ള കാര്യങ്ങളിൽ വലിയ സസ്പെൻസ് നിലനിൽക്കുന്നുണ്ട്. കടുത്ത വിയോജിപ്പിൽ, കടുത്ത അതൃപ്തിയിൽ അദ്ദേഹം വീടിന്റെ മറ്റൊരു വശത്തുള്ള വാതിൽ വഴി വാഹനത്തിൽ കയറി പുറത്തേക്ക് പോയി എന്ന തരത്തിലേക്കുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും അതടക്കം നാടകീയമാണ് നീക്കങ്ങൾ. കടുത്ത അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന നേതാക്കൾ
ഫോണിൽ വിളിച്ചപ്പോഴും രമേശ് ചെന്നിത്തല അതൃപ്തി അറിയിച്ച തരത്തിലേക്കുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ അതൃപ്തി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സീനിയോറിറ്റി പരിഗണിച്ചില്ല. 2021 താൻ പാർട്ടിക്ക് വേണ്ടി ചെയ്ത പല കാര്യങ്ങളും പാർട്ടി ഇപ്പോൾ മറന്നു, നേതൃത്വം ഇപ്പോൾ മറന്നു. AICC തീരുമാനം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.